നമസ്കാരം, ഓമയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ട്വിസ്റ്റ് പ്രാങ്കാണ് ഞങ്ങളിന്ന് പ്ലാൻ ചെയ്തേക്കുന്നത്. അതെന്താണെന്നുള്ളത് ഇന്ന് പ്രാങ്ക് പ്ലാൻ ചെയ്ത മനോജ് പറയും. മനോജ് ചേട്ടാ, ഞാൻ കുട്ടിക്കാലം മുതൽ തന്നെ നമ്മുടെ ഈ പ്രാങ്ക് ഷോകളെല്ലാം കാണുന്ന ഒരാളാണ്. സോ ഞാൻ പുറത്താണ് വർക്ക് ചെയ്യുന്നത്. വിദേശത്താണെങ്കിൽ പോലും കിട്ടുന്ന സമയങ്ങളെല്ലാം നമ്മുടെ ഈ ഓരോ പ്രാങ്ക് ഷോകൾ കാണുന്നു. എക്സ്പെഷ്യലി നമ്മുടെ ചേട്ടൻ്റെ പ്രോഗ്രാം തന്നെ കാണുന്നുണ്ട്. ഓമൈ ഗോഡ് കാണുന്നുണ്ട്. സോ ഞാനപ്പോൾ കല്യാണം കഴിയുമ്പോൾ 10 ദിവസം ആയിട്ടുള്ളൂ. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ വൈഫിന് ഒരു പണി കൊടുക്കണമെന്ന് കരുതിയിട്ട് ഞാൻ ചേട്ടനെ ബന്ധപ്പെട്ടു. ചേട്ടൻ നമ്മുടെ മുഖാന്തരം തന്നെ നമ്മുടെ ഏഷ്യയിലെ തന്നെ നമ്പർ 1 ഒരു ഹാളായ ഇവിടെ തന്നെ നമ്മുടെ പ്രോഗ്രാം ചെയ്യാനായിട്ട് ഒരു അവസരം ലഭിച്ചു. ഈ ഒരു എപ്പിസോഡിന് വേണ്ടിയിട്ട് ഒരുപാട് ക്രൂവും ഒരുപാട് പേരോട് എഫേർട്ട് എടുക്കുന്നുണ്ട്. കാര്യം ഇതിന് പിന്നിൽ ഒരുപാട് പേര് ഇപ്പോൾ ഓഡിയോ സെക്ഷൻ ആയാലും വീഡിയോ സെക്ഷൻ ആയാലും എല്ലാത്തിനും വേണ്ടി ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട്. സോ അതൊക്കെ കണ്ടപ്പോൾ തന്നെ എന്താ പറയുക, നല്ലൊരു സന്തോഷമുണ്ട്. എല്ലാവരും ഒരുമിച്ച് നമ്മുടെ വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഒരുപാട് പ്രാങ്ക് ഷോ ഞാൻ കണ്ടെങ്കിലും എടുത്തു പറയത്തൊക്കെയാണെങ്കിൽ ഒരുപാട് ഹാപ്പി. കാര്യം നല്ല രീതിക്ക് എല്ലാവരും എഫേർട്ട് എടുത്ത് ചെയ്യുന്നൊരു ഒരു പ്രോഗ്രാമാണ് നമ്മുടെ ഓ മൈ ഗോഡ്. അപ്പോൾ എന്താണ് ഇന്നത്തെ കാഴ്ച എന്നുള്ളത് ഒരുമിച്ച് കാണാം. ഓ മൈ ഗോഡിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഒരുക്കിയിരിക്കുന്നത് സൗത്ത് ഇന്ത്യയിലെ നമ്പർ 1 കൺവെൻഷൻ സെന്ററായ കുന്നത്തുകാൽ ഗോൾഡൻ പാലസിൽ വെച്ചാണ്. ഒരു ക്ലബിന്റെ വാർഷിക മീറ്റിംഗിന്റെ ഭാഗമായി വിവാഹം കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ നവദമ്പതികൾക്ക് ക്ലബിൽ സ്വീകരണം നൽകുന്നതാണ് രംഗം. സർപ്രൈസ് ഒളിഞ്ഞിരിക്കുന്ന ഈ മീറ്റിംഗിൽ പണി കിട്ടുമ്പോൾ നവവധു എങ്ങനെ പ്രതികരിക്കും? കാണാം വേറിട്ട ഓ മൈ ഗോഡ് പ്രാങ്ക് കഥ. Moon Club International, London, is service organization currently headquartered in London. It had come to 46,000 local cities and more than 1.4 million freelance members. Welcome all members to the Moon Club International for Kerala chapter. നമ്മുടെ മെമ്പേഴ്സ് ആയിട്ടുള്ള ആളുകളാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നവർ. ഇനി നമുക്ക് 18 മെമ്പേഴ്സ് കൂടി നമ്മുടെ കേരള ചാപ്റ്ററിലുണ്ട്. ഇന്ന് നമ്മുടെ ഒരു സൗത്ത് സോണിൻ്റെ ഒരു മീറ്റിംഗ് കൂടി നടക്കുന്നത് കൊണ്ടാണ് മറ്റ് മെമ്പേഴ്സ് ഒന്നും തന്നെ നമുക്കിതിലേക്ക് വരാത്തത്. പക്ഷേ നമുക്ക് കറൻ്റ്ലി നമ്മളൊരു ഫങ്ഷൻ വെച്ചതിൻ്റെ കാരണങ്ങളിൽ 2ആണ്. അതിലൊന്നെന്ന് പറയുന്നത് ഈ ന്യൂലി മാരീഡ് ആയിട്ടുള്ള കപ്പിൾസിനെ നമ്മുടെ ഈ ക്ലബിലേക്ക് നമ്മളെ ഇൻവൈറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് പ്രധാനപ്പെട്ട ഒരു സംഗതി. ഒരു മിനിറ്റ്, ഈ നമുക്ക് സാധാരണ സ്യൂട്ട് ധരിക്കണമെന്നൊരു കോമൺ സെൻസ് ഉണ്ട് അല്ലേ? അപ്പം അത് ചെയ്തിട്ടില്ല. അത് അലക്സ് ശ്രദ്ധിച്ചില്ലേ? ഞാൻ ശ്രദ്ധിച്ചില്ല. സ്യൂട്ട് ഇടാം. ശരി, അലക്സ് ഇത് ചെയ്യോ? അതിൻ്റെ കാര്യം ചെയ്യും. നമ്മുടെ ഗസ്റ്റ് അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം. എഡ്വിൻ തോമസ് സാറാണ് നമ്മുടെ ഗസ്റ്റ്. അദ്ദേഹം ചെന്നൈയിലാണുള്ളത്. എഡ്വിൻ സാർ ഇപ്പോൾ എന്തായിരുന്നാലും മോണിറ്റർ ചെയ്യുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഞങ്ങളുടെ ഓഡിയോ എല്ലാം അത് വീഡിയോ കോൾ അല്ലേ? ഓഡിയോ കോൾ അല്ലേ? വീഡിയോ കോൾ. എഡ്വിൻ സാറാണ് നേരിട്ട് പങ്കെടുക്കുന്നത്. ഓക്കെ, മനസ്സിലായി. വെൽക്കം അലക്സ്. ഹായ് സാർ. ഓൾ ഓഫ് യു. നമസ്കാരം സാർ. ആർക്ക് വന്നിട്ടുണ്ട് ഇവിടെ? എല്ലാ ന്യൂ കപ്പിൾസ് വന്നു എന്ന് പറഞ്ഞു. സർ എത്തിയിട്ടുണ്ട്. മിസ്റ്റർ മനോജ് കുവൈറ്റിലാണ് സർ. ഓ, ഐ സി. കുവൈറ്റിൽ എവിടെ? അബ്ബാസിയ. സർ അബ്ബാസിയ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാനൊരു 2 months അവിടെ ഉണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം. ഐ എം സോ ഹാപ്പി ടു കമ്മിങ്. യുവർ വൈഫ് നെയിം പ്ലീസ്? അഞ്ജലി. ഓക്കെ. താങ്ക് യു. വെൽക്കം അവർ ക്ലബ്, മൂൺ ക്ലബ്. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. വെൽക്കം. മറ്റുള്ളവർ ആരൊക്കെയാണെന്ന് അവർക്ക് പരിചയപ്പെടുത്തണമല്ലോ. അപ്പോൾ ആ പരിചയപ്പെട്ട് നമുക്ക് തുടങ്ങാം. എൻ്റെ പേര് രജിത്ത്. ഞാനൊരു ബിസിനസ്സാണ്. ഞാൻ കാഷ്നട്ടിൻ്റെ ബിസിനസ്സാണ്. വൈഫ് പാർവതി. അപ്പോൾ അവളെ പേര് പാറൂസ്. കുവൈറ്റിൽ, ബഹ്റിൻ എല്ലായിടത്തും എൻ്റെ കൊണ്ടുണ്ട്. പാറൂസ് അണ്ടി പരിപ്പ് എന്ന് പറഞ്ഞ് വരുന്ന സാധനം ഞങ്ങളെയാണ്. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ. എൻ്റെ പേര് പാർവതി. ഞാൻ ലോയറാണ്. അതുപോലെ ബിസിനസ്സിൽ ഹെൽപ്പും ചെയ്യുന്നു. ആക്ച്വലി എൻ്റെ പേര് മനോജാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന കുവൈറ്റിലാണ്. കുവൈറ്റിൽ പ്രോപ്പറായിട്ട് നമ്മുടെ മെഡിസിൻ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനിയിലെ ഒരു ഓഫീസ് സ്റ്റാഫാണ്. ഈ ക്ലബിനെ പറ്റി ഞാനൊരു 2 വർഷം മുന്നേ അറിഞ്ഞായിരുന്നു. കല്യാണം കഴിഞ്ഞ ഒരു കപ്പിളായ മാത്രമേ നമുക്ക് ഗ്രൂപ്പ് നമ്മുടെ ക്ലബിലോട്ടൊരു എൻട്രൻസ് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു. സോ ഈ മാസം 10-ാം തീയതി കല്യാണം കഴിഞ്ഞു. വെരി ഗുഡ്. ഷീസ് മൈ വൈഫ്. മിസ്റ്റർ മനോജ്. യെസ് എഡ്വിൻ സാർ. only 12 days. മാരേജ് കഴിഞ്ഞിട്ടുള്ളതായിരിക്കും. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര ദിവസം? I think maybe 14 days. Oh, sir, 14 days. Only 14 days. okay.
Welcome, welcome. Your registration number, please note, Mr. Alex. Sir, please, sir. LR. LR, so. Yes. LR Ah. 1632. Okay, sir. Okay, sir. thank Thank you, sir. വൈഫ് Okay. Next എൻ്റെ പേര് അഞ്ജലി. ഞാൻ ഹിന്ദുസ്ഥാൻ ലാറ്റിസ്റ്റ് വർക്ക് ചെയ്യായിരുന്നു ട്രെയിനി ആയിട്ട്. ഇപ്പം കല്യാണം കഴിഞ്ഞ ശേഷം നിർത്തിയല്ല, IT ട്രെയിനി ആയിട്ട് നിർത്തിയതാണ്. ഹസ്ബൻഡ് സമ്മതിക്കില്ലായിരിക്കും അല്ലേ? ഇല്ല, ചേട്ടൻ നല്ല സപ്പോർട്ട്. സപ്പോർട്ടാണ്. ഓക്കെ ശരി, വെരി ഗുഡ്. ഹണിമൂണും കാര്യങ്ങളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഇപ്പൊ കുറച്ച് പേര് ഈ വിരുന്നും പരിപാടിയായിട്ടൊക്കെ അങ്ങനെ പോകുന്നുണ്ട്. Okay, sir. നമുക്ക് ക്ലബിന്റെ വക ഒരു ഹണിമൂൺ ട്രിപ്പ് അവർക്ക് പ്ലാൻ കൊടുക്കണ്ടേ സർ, സ്പെഷ്യൽ ആയിട്ട്? Malaysia. Okay. Oh, great. താങ്ക് യു. Okay. Excuse me, love marriage or arranged marriage? Arranged marriage. Oh. കണ്ടാൽ ലവ് മാരേജ് എന്ന് തോന്നുന്നു yes, സർ. yes, that's why I thought. അലക്സേ, അത് വളരെ ലക്കി ആട്ടോ. അതെ. മലേഷ്യ ട്രിപ്പ് അല്ലേ? അത് നമുക്ക് കിട്ടിയത് എവിടെയാ? ഇവിടെ മൂന്നാറിന്റെ അടിവാരം. ഇത് എന്തെങ്കിലും 2 weeks അല്ല 1 month ഉണ്ടാവും. Alex, പറയൂ സർ. welcome drinks കൊടുത്തില്ല. കൊടുക്കാം സർ, കൊടുക്കാം. ഇപ്പൊ കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളൂ, എക്സ്പീരിയൻസ് എന്തൊക്കെയാണ് പറ. വീട്ടിലൊക്കെ ഞാൻ ഇവിടെ ഹാപ്പിയാണ്, ആ. നല്ല സപ്പോർട്ടാണ്. ആളുടെ കൂടെ വന്നിട്ട് ഒരുപാട് ഹാപ്പിയാണ്. എൻ്റെ വീട്ടിലൊക്കെ അതിലും ഞാൻ നല്ല ഹാപ്പിയാണ്. എന്നെ നന്നായിട്ട് നോക്കുന്നുണ്ട്. എന്ത് കാര്യത്തിനാണെങ്കിലും എൻ്റെ ഒപ്പീനിയൻ അത് ഈ 14 ദിവസവും ആയുള്ളൂ. ദിവസം എന്നതിന് മെച്ചപ്പെട്ട് നോക്കുന്നത്. അതിന് മുമ്പും വീഡിയോ കോളിൽ ഉണ്ടായിരുന്ന സമയത്ത് പോലും എന്ത് ചെറിയ കാര്യത്തിലും എൻ്റെ അടുത്ത് ഒപ്പീനിയൻ ചോദിച്ചു. ഓക്കെ അത് ഞാൻ മാത്രമല്ല, എന്നോട് ചോദിക്കും, ഞാനും അങ്ങോട്ട് ചോദിക്കും. ലിക്കർ കഴിക്കൂ? ഇല്ല, കഴിക്കത്തില്ല. കഴിക്കലേ കൊടുക്കണ്ട. ഓക്കെ നെക്സ്റ്റ് ടൈം നോക്കാം. വിസ്കിയാണോ? കൂടെ പോയി സ്കോച്ച് കൊണ്ടുവരുമ്പോ വിസ്കി കൊണ്ടുവന്നിരിക്കുന്നു. എന്ത് വെച്ചോ ഇത്? രജിത്ത്, സർ, what is the problem? നോ സർ, സ്കോച്ച് ചോദിച്ചു സാർ, വിസ്കിയാ കൊണ്ടുവന്നേ. Oh, സോറി സാർ. ഒന്നേ cool. ഇല്ല, നോ പ്രോബ്ലം സർ. Rajit, നോ പ്രോബ്ലം സർ. cool. cheers. മനോജ്. Rajit, are you okay? ഓക്കെ സർ, ഓക്കെ. പുള്ളിക്കാരി കൊടുത്തില്ലല്ലോ. Thank you, Alex. പുള്ളിക്കാരി കൊടുത്തില്ല. Anil Velapan. കഴിക്കില്ല. Sadish. സർ. താങ്ക് യു. Manoj. ഹായ് സാർ. Rajit, okay. ഹാപ്പി. Okay. Thank you. Cheers, sir. Cheers. 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 Please applause. ഓക്കെ, നമുക്ക് അടുത്ത് ചിൽ ഡാൻസിലേക്ക് പോകാം സർ. Okay. Okay, Mr. Very Manoj. good, very good. Okay. Next, Manoj and Anjali. സർ, ഡു കപ്പിൾ. Okay. Music, please. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻഡ് നമ്മളെല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ ഒരു നിമിഷത്തിലേക്ക് എത്തുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, പ്ലഷർ ട്രിപ്പ്. OWC. നമ്മുടെ ക്ലബിനെ സംബന്ധിച്ച് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സംഭവം, നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ് OWC. നമ്മുടെ കൂടെ പാർട്ട്ണറായിട്ട് നമ്മുടെ കൂടെ ജീവിക്കുന്ന ആള് ഒന്ന് മറ്റൊരു സ്ഥലത്തിൽ ഒന്ന് ചേഞ്ച് ആവുകയാണ്. ഓക്കെ, അങ്ങനെ ഒരു ചേഞ്ച് ലൈഫ് വരുമ്പോൾ നമ്മുടെ ജീവിതം ടോട്ടലി ഹാപ്പി ആവും മാറുകയാണ്. കളർഫുൾ. യെസ്, അങ്ങനെ കളർഫുൾ ആയി മാറാൻ വേണ്ടി പോവുകയാണ്. എഡ്വിൻ സാർ അനൗൺസ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് പെയർ ചേഞ്ച് ചെയ്യാം. Okay, thank you. Annunciate, are you ready? റെഡി. Yes, sir. Sadish, please stand up. You got Vinita. Your room number is 1001. Sadish and Vinita go to your room 1001. And Alex, Yeah, sir. you got Binju. Binju. Your room number is 1009. Okay? 1009. 1009. Yeah. Then Manoj, are you ready? യാ. Manoj, യെസ്. are you ready? യെസ്, റെഡി. You got Parvati. Oh, great. Anjali, നൈസ് ടു മീറ്റ് യു. are you ready? You got
Reggie! Manoj, your room number is 1002 and Dejit, your room number is 1003. ഓക്കെ അടുത്താണ് okay? ഓക്കെ സർ ഓക്കെ അടുത്തടുത്താണ്. Then one problem that is there. Alex, please tell that undevelopment case. അനിവേലപ്പൻ സ്പേസ് ആയില്ല സർ സർ റൂം Yes, അതൊന്ന് പറഞ്ഞു കൊടുക്കൂ. അൺവെലപ്പന്റെ ആള് 1005 105. 1005. നാസിയ നിങ്ങളുടെ ആള് 1007 ഓക്കെ 7 ഓക്കെ പ്ലീസ് ഗോ അൺവെലപ്പൻ ഫസ്റ്റ് വീക്ക് ഗോ Okay, enjoy. ഓൾ ദി ബെസ്റ്റ് ബൈ ഓൾ ദി ബെസ്റ്റ് എൻജോയ് മനോജ് നമുക്ക് പോവാം. ഓക്കെ, നിങ്ങൾ റൂം ഏതാ? റൂം ഏതായിരുന്നു? 32 സംതിങ് ലൈക്ക്. നമ്മള് 39 അല്ലേ മോള്? 39 അല്ലേ? എന്തിനാ പോകുന്നതെന്നറിയാം. അപ്പോൾ നാളെ രാവിലെ ഓക്കെ മനോജ്, നാളെ രാവിലെ ഒരു 9 o'clock വരിക. ഓക്കെ ഓക്കെ, 9 to 9:30 ഓക്കെ മോള്, നമുക്ക് കാറിൽ പോകുന്നു ബൈക്കിൽ പോകുന്നു? പോവാം മനോജ്. എന്നൊക്കെ മോള് പറഞ്ഞാൽ മതി. സ്പെഷ്യൽ ഓൾറെഡി നല്ലൊരു ഗിഫ്റ്റും ഉണ്ട്, രാവിലെ ഒരു ഗിഫ്റ്റും തരും. കൺഫ്യൂഷൻ ഉണ്ടോ കുട്ടി കുറിച്ചിരിക്കാം സാറിന് കുഴപ്പമില്ല സാർ. ഇപ്പോൾ ആദ്യമൊക്കെ ഞാൻ പറഞ്ഞത് പാർവതിയുമായിട്ട് ഇപ്പം മനോജിന് പോവാം. പോട്ടെ. പിന്നെ അഞ്ജലി, നമുക്ക് 109 റൂം. അപ്പോൾ നമുക്ക് പോവാം. നമുക്ക് പിന്നെ ഒന്ന് പുറത്ത് പോയി കറങ്ങി തിരിച്ച് വന്ന് റൂമിൽ സ്പെൻഡ് ചെയ്താൽ മതിയോ അതോ ഡയറക്റ്റ് റൂമിൽ പോകുന്നു? നാളെ രാവിലെ 9:30 ഈ സമയത്ത് 9:30 പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് വരിക. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് സമയത്ത് വരാം. അപ്പോൾ മനോജിനെ കൂട്ടിക്കൊണ്ട് പോകാം, പാർവതിയെ കൂടെ കൊണ്ടാക്കിയാൽ മതി. ബ്രേക്ക്ഫാസ്റ്റ് ഗ്രൗണ്ടിലാണേ. മനോജ് നമുക്ക് പോവാം. പോവാം. ആക്ച്വലി ഞങ്ങൾ അപ്പം അങ്ങോട്ട് പൊക്കോട്ടെ. പോയിട്ട് വരാം. ഇരിക്കെ നാളെ രാവിലെ കൊണ്ട് ആക്കാം. എങ്ങോട്ടാ പോകുന്നത്? ജസ്റ്റ് പുറത്തോട്ട് വരാം. ഒരു സിനിമ കണ്ടിട്ട് ജസ്റ്റ് വരാം. എന്നോട് പറഞ്ഞിട്ടാണോ കൊണ്ടുവന്നത്? ഈ ക്ലബിന്റെ ഒരു റൂൾ ഇങ്ങനെയാണ് പോകുന്നത്. എന്നോട് ഇത് പറഞ്ഞിട്ടാണോ കൊണ്ടുവന്നത്? ഇതൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നോ മനോജ്? അല്ല, ഫുള്ളായിട്ടൊരു ത്രോട്ട് കൊടുത്തിട്ടില്ലായിരുന്നു. എന്താ കൊടുക്കാത്ത? അത് വന്നല്ലേ ഉള്ളൂ. അപ്പൊ അതൊക്കെ കാര്യങ്ങളൊക്കെ പഠിച്ചോളൂ. എന്തോ ടൈം എടുക്കും? ജസ്റ്റ് ഫസ്റ്റ് ടൈം അല്ലേ, നെക്സ്റ്റ് ആകുമ്പോ നമുക്ക് പോയിട്ട് ജസ്റ്റ് നമുക്ക് പോവാം. അതായത് വേറൊന്നുമില്ല, മനസ്സിലായല്ലോ അഞ്ജലിക്ക് കാര്യം. എന്ത് മനസ്സിലാക്കണം? രാവിലെ കൊണ്ടെങ്കിൽ വിട്ടേക്കാം. എന്താ മനസ്സിലാക്കിയത്? ഇതാണ് ഇവിടുത്തെ റൂൾ. എന്ത് നമ്മുടെ ഈ ക്ലബിന്റെ വെച്ചിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഇതിന്റെ പ്രോഗ്രാം കാര്യങ്ങളെല്ലാം ഇങ്ങനെ വരുന്നത് സാറ്റർഡേ ഉള്ളതാണ്. വീട്ടിൽ നിന്ന് ഇത് പറഞ്ഞിട്ടാണോ എന്നെ കൊണ്ടുവന്നത്? ഇത് ജസ്റ്റ് ഒരു ഇതല്ലേ, ജസ്റ്റ് എന്താ പറയുക, ഒരു എന്റർടൈൻമെന്റ് കാര്യങ്ങളൊക്കെ. നമ്മുടെ ക്ലബിന്റെ എന്റർടൈൻമെന്റ് ഇതാണ്. വർഷങ്ങളായിട്ട് ഇതാണ് നമ്മൾ ചെയ്യുന്നത്. വർഷങ്ങളായിട്ട്? എത്ര നാളായിട്ട് പിന്നെ അറിയാം? മെമ്പർ ആയിരുന്നല്ലോ, കപ്പിളായപ്പോഴാണ് വരാൻ പറ്റിയത് ആൾക്ക്. എത്ര നാളായിട്ട് അറിയാം? ഞാൻ മെമ്പറാണ്. അപ്പൊ നമ്മുടെ ഇതിലോട്ട് വരുമ്പോൾ കപ്പിളാവണം. ഇതൊക്കെ ഇപ്പോഴത്തെ നടക്കുന്ന കാര്യങ്ങളല്ലേ, ഇപ്പോഴത്തെ സമൂഹത്തിൽ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുന്നതല്ലേ. ഒന്നും വലിയ കുഴപ്പമൊന്നുമില്ല. ഇയാളുടെ കൂടെ പോകാൻ ഇയാൾക്ക് കുഴപ്പമൊന്നുമില്ല? ഒന്ന് പുറത്തൊക്കെ പോയിട്ട് വരണില്ലേ? മനോജിന് എന്ത് കുഴപ്പം? എന്തെങ്കിലും കുഴപ്പമുണ്ടോ മനോജ്? എനിക്ക് ഒരു കുഴപ്പമില്ല. നമ്മൾ ഇതൊക്കെ ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നതല്ലേ. അതെ അതെ, ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണോ എന്നെ ഇവിടെ കൊണ്ടുവന്നത്? ഇയാൾക്കുള്ള ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടോ അതോ വേറൊരാൾക്ക് വേണ്ടിയിട്ടുള്ള ഹാപ്പിനെസ്സിന്? എന്തായാലും നമുക്ക് പോവാം, വെറുതെ ടൈം കളയണ്ടല്ലോ. പോകുന്നില്ല. ജസ്റ്റ് പോയിട്ട് ഞങ്ങള് പോകുന്നില്ല. പുറത്ത് പോയിട്ട് വരാം. പോയിട്ട് വരാം അഞ്ജലി. ഞങ്ങള് ഒന്ന് റൂമിൽ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് നമുക്കൊന്ന് പുറത്തോട്ട് പോവാം. എന്നിട്ട് നൈറ്റ്. അതിന്റെ ആവശ്യമില്ല. അതിന്റെ ആവശ്യമുണ്ട്. അതിന്റെ ഒരു ആവശ്യമില്ല. മനോജ് എന്ത് മനോജ്? മനോജ് വരുന്നില്ല. പോയിട്ട് വരാം. ജസ്റ്റ് ഏട്ടാ പോകുന്നില്ല. പോയിട്ട് വരാം. ജസ്റ്റ് പോയിട്ട് വരാം. കാര്യം ഇത് മനോജ് പറഞ്ഞിട്ടാണോ എന്നെ കൊണ്ടുവന്നത്? ഇത് പറഞ്ഞിട്ടാണോ എന്നെ കൊണ്ടുവന്നത്? പോയിട്ട് വരാം. രാവിലെ പോകുന്നില്ല. വരാം. പോകേണ്ട ആവശ്യമില്ല. സെറ്റ് പോരാം. വെയിറ്റ്. ഓക്കെ ബൈ. ഹാപ്പി. ഹായ്. ഹായ്. ഇല്ല ഞാൻ മോളിരിക്കേ മോളിങ്ങോട്ട് ഇവിടെ ഇരിക്കും. ഇങ്ങോട്ട് ഇരിക്കേ. ഞാൻ പറയുന്നേക്ക് ഇങ്ങോട്ട് ഇരിക്കേ. അത് വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ, ഇവിടെ ഇരിക്കേ. പറയും മോള് പറഞ്ഞ പോലെ ഞാൻ BMW ഉണ്ട്, സ്കോഡ ഉണ്ട്. ഇപ്പോൾ ഏത് കാർ BMW അതല്ലേ വണ്ടി, ഇപ്പം ഡ്രൈവർ വണ്ടിയും കൊണ്ടുവരും. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ട്രിപ്പായിട്ടൊന്ന് കറങ്ങിയിട്ടൊന്ന് വരാമോ? ഞാനത് വേറെ റൂമിൽ പോകുന്നു. മനോജ് എവിടെയൊക്കെ പോയേ? മനോജ് ഇനി അവർ തിരക്കണ്ട. മനോജ് പോയി, പാർവതി എൻ്റെ വൈഫ് പോയി. എന്നെ ഇവിടെ കൊണ്ടുവന്ന മനോജാണ്. എന്റെ ഹസ്ബൻഡാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ ആരുടെ കാര്യം അറിയണ്ട? അത് അറിയണ്ട എന്നല്ല, ഇനി നാളെ രാവിലെ 9 വരെ അറിയണ്ട. ഇനി നമ്മളെ കാര്യം അവർ തിരക്കില്ല. ഹലോ മിസ്റ്റർ രജിത്. ഓ പറയണം സാർ. ആർ യു ഓക്കെ? ഓക്കെ സാർ. അവക്കൊരു കൺഫ്യൂഷൻ. അഞ്ജലി
Anjali, പറയൂ സർ. are you okay? Please go to your room and enjoy. പക്ഷേ അല്ലേ പോവാം, നമുക്ക് റൂമിൽ പോവാം. അത് നമ്മുടെ ഒരു ഇതെല്ലാം എഗ്രിമെന്റ് വെച്ചുള്ള പരിപാടിയല്ലേ, അതൊക്കെ അറിഞ്ഞു വന്നത്. എഗ്രിമെന്റിന്റെ കാര്യമോ ഇവിടെ ഇങ്ങനെ ഒരു റൂൾ ഉള്ള കാര്യവും ഞാൻ അറിഞ്ഞിട്ടില്ല. ഇത് അതുമായിട്ട് അക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല. ഓക്കെ, ഇപ്പം ഒരു ആദ്യത്തെ സമയം പ്രശ്നമായതുകൊണ്ട് ആദ്യത്തെ ഇതായുണ്ട്. ആദ്യത്തെ ഇത് കുറച്ച് ഇത് അടുത്ത സീസണൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ ഇതാവും. ഞാൻ പറഞ്ഞത് Anjali, പറഞ്ഞോ. this program is a other wife change. Other wife change. That is a OWC. Okay. ഓക്കെ Okay. ഓക്കെ സാർ, ഓക്കെ Okay. Speed up. ഓക്കെ പോ, നമുക്ക് റൂമിൽ Okay. Go to your room and enjoy. ഞാൻ വരത്തില്ല. വരൂ, നമുക്ക് റൂമിലോട്ട് പോവാം. വരൂ കൈ വിട്. വരൂ. കൈന്ന് വിട്. റെസ്റ്റ് ഉണ്ടാക്കിയ ഹോട്ടലാണ്. ഹോട്ടലാണെന്ന കാര്യം എനിക്ക് പ്രശ്നമല്ല. മനോജ് എന്റെ വൈഫോട്ട് പോയി. വരൂ. ഞാനോ പറഞ്ഞോട്ടെ? അല്ല, ഇപ്പൊ മനോജല്ലേ നിങ്ങൾ എന്നെ പറഞ്ഞു വിട്ടേ? ഇയാളുടെ വൈഫിനെ ഞാനാണോ പറഞ്ഞു വിട്ടേ? അല്ല, ഞാനാണ് പറഞ്ഞു വിട്ടത്. അതെന്റെ ഇഷ്യൂ അല്ല. ഇനി എന്റെ മേത്ത് കൈവച്ച് താൻ അടി മേടിക്കും. കേൾക്കൂ, വരൂ. അടി മേടിക്കും പറഞ്ഞാൽ അടി മേടിക്കും. നമ്മൾ അവിടെ നമുക്ക് രഹസ്യമായി അവിടെ സംസാരിക്കാം, റൂമിൽ സംസാരിക്കാം. എന്താണോ അത്ര രഹസ്യം? ഇവിടെ ആരുമില്ലല്ലോ, ഇപ്പൊ പറ. ഇവിടെ ഹോട്ടൽ ജീവനക്കാർ വരും. വരൂ വരൂ ഓ, നമുക്ക് അങ്ങോട്ട് പോവാം. സത്യമായിട്ട് നെല്ല് മേടിക്കും. നമുക്ക് റൂമിൽ സംസാരിക്കാന്ന്. എനിക്ക് റൂമിൽ പോകാൻ താല്പര്യമില്ല. അതങ്ങനെ പറഞ്ഞാൽ എന്റെ പാർവതിയും കൊണ്ട് പോയില്ലേ? അതെന്റെ ഉറ്റ. വരൂ, നമ്മ ഇവിടെ ആദ്യം തന്റെ വൈഫിന് ഇൻട്രസ്റ്റ് ഉണ്ടോ? തന്റെ വൈഫ് പോയി. അതെന്റെ ഇഷ്യൂ അല്ല. ഇൻട്രസ്റ്റ് കാണിക്കണമല്ലോ, ഞാൻ പറഞ്ഞേ ആദ്യമായോണ്ടാ. ആദ്യമായാലും അവസാനമായാലും ഇനി അവസാനമായിട്ട് പറയാം, എന്റെ മേത്ത് കൈവയ്ക്ക് എന്നെ ഫോഴ്സ് ചെയ്താ. ഞാൻ പറഞ്ഞു മനസ്സിലായി. വരൂ, ആദ്യമായോണ്ടാ. വരൂ വരൂ, വലിയ കൂടല്ലേ. വരൂ പ്ലീസ്, വരൂ, നമുക്ക് റൂമിൽ പോയി സംസാരിക്കാം. വരൂ. എന്നെ ഇവിടെ കൊണ്ടാക്കിയത് ആരാണോ, എന്റെ കൂടെ ഇവിടെ വന്നത് ആരാണോ, ആള് വരുന്നത് ഞാൻ ഇവിടെ നിൽക്കും. ആള് വരില്ല. നാളെ രാവിലെ 9:30 വരുമ്പോ. അയ്യേ, നമുക്ക് റൂമിൽ പോയി കഥയൊക്കെ പറഞ്ഞിരിക്കാം. വരൂ വരൂ അഞ്ജലി, വരൂ അഞ്ജലി, വരൂ. താൻ പോ. പ്ലീസ്, പറഞ്ഞില്ലേ ഹോട്ടൽ ജീവനക്കാർ പ്രശ്നം ഉണ്ടാക്കാൻ. വരൂ. ആയിക്കോട്ടെ, നിങ്ങൾ വരൂ, നമുക്ക് റൂമിൽ പോയി സംസാരിക്കാം. എനിക്ക് താല്പര്യമില്ല. ഇയാൾ വന്നേ എന്റെ ഭാര്യയെ കൊണ്ട് മനോജ് പോയില്ലേ? അതിന് നിങ്ങൾ എന്നോട് വന്നേ പറ്റൂ. താൻ തന്റെ വൈഫിനെ പോയി വിളിക്ക്. വരൂ, നിങ്ങൾ വരൂ, നമുക്ക് പോവാം. ഇവിടെ പ്രശ്നം വൈഫിനെ പോയി വിളിക്ക്. ഉണ്ടാക്കാൻ ഞാൻ റെപ്യൂട്ടഡായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. അങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള പരിപാടി കാണിക്കുന്നു. വീട്ടിലറിയോ? എന്റെ ഭാര്യ അല്ലേ വന്നത്? വീട്ടിലറിയോ? നിങ്ങളെ വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ വന്നല്ലോ. എന്റെ ഹസ്ബൻഡ് പറഞ്ഞിട്ടല്ലേ എന്നെ കൊണ്ടുവന്നത്. പിന്നെ നിങ്ങളെ ഹസ്ബൻഡ് ഇപ്പൊ പോയല്ലോ. എന്റെ ഭാര്യയെ കൊണ്ട് നിങ്ങൾ വരൂ, ഇവിടെ പ്രശ്നം ഉണ്ടല്ലോ. വരൂ. താൻ എന്നെ കൊണ്ടേ പോകത്തുള്ളൂ. എനിക്ക് ഒറ്റയ്ക്ക് പോയി ഞാൻ എന്ത് ചെയ്യാൻ? ഒറ്റയ്ക്ക് പോകാൻ പേടിയാ? ഒറ്റയ്ക്ക് പേടിയാ. വേറെ ആരെങ്കിലും വിളിച്ചിട്ട് പോകും. ഇത് ഫോൺ ഉണ്ടല്ലോ, വൈഫിനെ വിളിക്കും. അല്ല, വൈഫിന് ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും. രാവിലെ 9:30 ഓൺ ആക്കും. അതെന്റെ ആയിട്ടല്ല. അത് വരൂ, നമുക്ക് റൂമിൽ സംസാരിക്കാം. വരൂ, ആദ്യമായോണ്ടാണ്. വരൂ വരൂ കുട്ടി, വരൂ. കൈയെടുക്കടോ. ഇത് വരൂ, നമുക്ക് ഇതിങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നേ. വരൂ. വിട്. അല്ല, വരൂ, നമുക്ക് റൂമിൽ ഇരിക്കാം. വാ, നമുക്ക് റൂമിൽ ഇരിക്കാം. റൂമിൽ ഇരിക്കാം. വിട്. റൂമിൽ ഇരിക്കാം. കൈ വിട്. വരൂ, നമുക്ക് ഇത് ആദ്യമായോണ്ടാണ്. വേറെ പ്രാണിക്കോളൂ. വരൂ, റൂമിൽ പോയിട്ട് റൂമിൽ പോവാം. റൂമിൽ പോയിട്ട് അത് നമുക്ക് അവിടെ സൗകര്യം പോലെ നമ്മൾ എന്താ സൗകര്യം വെച്ചാൽ അതുപോലെ നോക്കാം. തന്റെ സൗകര്യം എന്താ? അല്ല, നമുക്ക് അവിടെ പോയി സംസാരിക്കാം. സൗകര്യം എന്താ? സംസാരിച്ച് ക്ലിയർ ചെയ്യാം. എന്ത് സംസാരിക്കാൻ? സംസാരിക്കാവുന്ന റൂമിൽ സംസാരിച്ച് ക്ലിയർ ചെയ്യാമല്ലോ. സംസാരിച്ച് ക്ലിയർ ചെയ്യാം. തന്റെ കാര്യങ്ങളും തന്റെ ഇഷ്ടങ്ങളും നടക്കുന്ന ഒരു പ്രതീക്ഷയും വേണം. ഞാൻ പറഞ്ഞു മനസ്സിലാവും. കുട്ടിക്ക് ഇത് ആദ്യമായിട്ടൊരു പ്രശ്നമാണ്. നമുക്ക് സംസാരിച്ച് ക്ലിയർ ചെയ്യാം. വരൂ. നടക്കില്ല. വരൂ, നമുക്ക് റൂമിൽ പോവാം. റൂമിൽ സംസാരിക്കാം. ഹോട്ടലിൽ ആൾക്കാർ കാണും. എനിക്ക് നാണമുണ്ടോ? ഹോട്ടലിൽ ആൾക്കാർ വരുന്നു. വാ. തനിക്ക് നാണമുണ്ടോ? ഹോട്ടലിൽ ആൾക്കാർ വരുന്നു. വരൂ. ഞാൻ വല്ലതും പറഞ്ഞ ശരിയാവത്തില്ല. ഇവിടെ നീക്ക് പോയി നല്ലതാ. ഞാൻ പറഞ്ഞില്ല, നമുക്ക് വേണ്ട. ആൾക്കാരെ പ്രശ്നം നമുക്ക് റൂമിൽ സംസാരിക്കാം. എന്റെ മേത്ത് തുടരാൻ ഞാൻ ഒരു 100 തവണ ഞാൻ പറഞ്ഞതാ. അല്ല, വരൂ, നടന്നു. ഞാൻ പിടിക്കത്തില്ല. വരൂ. വേണ്ട. മൂള് വാ. ആദ്യമായിട്ട് പ്രശ്നം. വാ. വരൂ. എന്റെ മേത്ത് കൈവയ്ക്കരുത്. പ്രശ്നം ഉണ്ടാക്കില്ല. എന്റെ മേത്ത് കൈവയ്ക്കരുത്. ഞാൻ പറഞ്ഞില്ലേ, വേണ്ട. Anjali, your room number is 1009. Please go to your room and enjoy. Anjali, എന്റെ മേത്ത് കൈവയ്ക്കുക. ഒന്നും കിട്ടിയിട്ട് താൻ പഠിച്ചിട്ടില്ല. Anjali, go to your room and enjoy. അടി കൊടുത്താടെ. ഇവിടെ കയറി കുപ്പി പിടിച്ച എന്തെന്തോ മനസ്സിലായില്ല. ദിസ് ഈസ് ദ ഓ മൈ ഗോഡ്. കൗമുദി ടിവിയുടെ ഓ മൈ ഗോഡ് എന്ന് പറയുന്ന പ്രോഗ്രാം ആയിരുന്നു.
വേറെ ഒന്നുമില്ല, മനോജ് ഒരിടത്തും പോയില്ല. എൻ്റെ ഭാര്യ അനിയത്തി പാർവതി വാ. ഓക്കെ അല്ലേ? ഞാൻ കൊണ്ടുപോയില്ല, പേടിക്കണ്ട. പാവമായി. എന്റെ അടുത്ത് പോലും നിന്നില്ലേ സത്യം പറഞ്ഞ. കേട്ടാ ഡാ, എടാ നീ ചിരി. നീ സൂക്ഷിക്കണം, നല്ലതാണ്. 12 ദിവസമായി 12 ദിവസം കൊണ്ട് ഇങ്ങനെയാണെങ്കിൽ ഇനി 12 വർഷം കഴിയുമ്പോൾ ഏത് വാക്കായിരിക്കും? അടിച്ചല്ലേ തപ്പന. മെൻസ് വേൾഡ് ബാലരാമപുരം ആൻഡ് നെയ്യാറ്റിൻകര നൽകുന്ന ക്യാഷ് പ്രൈസ്, കൂടാതെ ഡീപൂൾ കാർ ആൻഡ് ബൈക്ക് വാഷ് നൽകുന്ന സമ്മാനം.